പൂർത്തിയാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയത്, അതായത് 3 ഭൈമി കാമുകര് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മളത് എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. അതൊരു വസ്തുതയാണ്. ഒരു ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്. തൊട്ട് പിന്നാലെ അഖിലേന്ത്യാ തലത്തിൽ വലിയ പദവി വഹിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുണ്ട്. ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം വഹിക്കുന്ന വി ഡി സതീശനുണ്ട്. ഈ 3 പേരും മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യരാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷെ പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ ഇവർ ആര് നേതാവാകണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് പ്രശ്നം. ഈ 3 പേർക്കും അതിനുള്ള ആഗ്രഹമുണ്ട്. അവരതിനു വേണ്ടി അണിയറയിൽ പല രീതിയിൽ സ്വയം പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇതാണ് വസ്തുത. ആ വസ്തുതയെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഈ വസ്തുതയൊക്കെ ഇരിക്കുമ്പോഴും നിസാം സെയ്ദ് പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. ആരെന്തൊക്കെ ശ്രമിച്ചാലും ശരി, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ വളരെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും സ്വാഭാവികമായിട്ടും നിരീക്ഷകരായിട്ട് വരിക. അവരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ വന്ന കൂട്ടത്തിൽ ഇപ്പോഴത്തെ AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതായാലും കെ സി വേണുഗോപാൽ ഇതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയതുകൊണ്ട് അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അത് MLA അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ആ യോഗത്തിലുണ്ടാവും. ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ 1, 2, 3 ആളുകളായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ MLA-മാരുടെ അഭിപ്രായം ആരായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ താങ്കൾ സൂചിപ്പിച്ചല്ലോ, PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് ലീഗിന്റെ യോഗത്തിന് ശേഷം പറഞ്ഞ അത് വളരെ അർത്ഥഗർഭമായ ഇതാണ്. രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല കാര്യങ്ങൾ പറയുക, ഇൻഡയറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുക. അദ്ദേഹം പറഞ്ഞതിനകത്ത് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ ചില സംഗതികളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിപ്പോ നമുക്ക് വായിച്ചെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ വരികൾക്കിടയിൽ ചിലത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ജനഹിതം അല്ലെങ്കിൽ ജനവികാരം, ഹിതം എന്നുള്ളതിനേക്കാൾ ജനഹിതം പലപ്പോഴും ഇലക്ഷനിലാണ് തെളിയുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലാണ്. ജനവികാരം എന്നുള്ളത് പൊതുസമൂഹത്തിൽ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയും മാധ്യമ ചർച്ചകളിലൂടെയും അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഉയരുന്ന മൊത്തത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം, ഇങ്ങനെ മാധ്യമങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു വികാരം, ഇതൊക്കെ ഈ പൊതുവികാരത്തിന്റെ ചില സൂചനകളാണ്. ആ സൂചനകൾ നമുക്ക് വായിച്ചെടുക്കാനും കഴിയും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ അർത്ഥഗർഭമാണ്. ഒരുപക്ഷെ സംഭവിക്കാനിരിക്കുന്ന എന്തായാലും ലീഗ് 10, 23 സീറ്റുകൾ പിടിച്ചാലേ UDF-ന് വളരെ മാന്യമായ രീതിയിൽ ഒരു ഭൂരിപക്ഷം കിട്ടുള്ളൂ. അത് കിട്ടുമോ കിട്ടാതിരിക്കും, അത് വേറെ പ്രശ്നം. അത് 4-ാം തീയതിക്ക് ശേഷം ഉണ്ടാവേണ്ട കാര്യമാണ്. നമ്മുടെ ചർച്ച അതല്ലാത്തത് കാരണം അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് UDF-ന്റെ അവിഭാജ്യ ഘടകം എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ഈ തർക്കത്തിൽ ലീഗിന്റെ ഒരു അഭിപ്രായം തേടിയേക്കാം. അതുപോലെ തന്നെ മറ്റു ഘടകകക്ഷികളുടെ അഭിപ്രായവും തേടിയേക്കാം. കാരണം ഈ 3 പേരും തുല്യശക്തികളായി പൊരുതുന്ന ഒരു ഘട്ടത്തിൽ ഒരു കോംപ്രമൈസിനും ഈ 3 പേരും തയ്യാറല്ല. MLA-മാരിൽ 3 പേർക്കും പിന്തുണയും കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു ചില ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായ ഒരവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിൽ ഹൈക്കമാൻഡ് പരിഗണിക്കാൻ പോകുന്നൊരു വിഷയം ഈ പറയുന്ന ഘടക കക്ഷികൾ ആരെയാണ് പ്രിഫർ ചെയ്യുന്നത്, ആര് മുഖ്യമന്ത്രിയാകുന്നതിലാണ് ഘടകകക്ഷികൾക്ക് താല്പര്യം. നിസാം സെയ്ദ് പറഞ്ഞതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്, ഒരു സംശയമില്ല. ലീഗിന്റെ MLA-മാർക്ക് ഒന്നും വോട്ട് ചെയ്യാനും പറ്റില്ലല്ലോ. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു തർക്കം വരുന്നു, 3 കരുത്തന്മാർ ഏറ്റുമുട്ടുന്നു. ഇതിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്ലെയിംസ് ഉണ്ട്. ഇന്ന് ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ അദ്ദേഹം എത്രയോ, അതായത് എങ്ങനെയാണ് ഉയർന്നു വന്നത് ഈ പാർട്ടിക്കകത്ത് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അതായത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിടർന്നു വന്നതൊന്നുമല്ല. ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് അലച്ചിലുകൾ, ഒരുപാട് വിഷമങ്ങളൊക്കെ സഹിച്ചാണ് വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്നത് നമ്മൾ അംഗീകരിക്കാം. പക്ഷെ എല്ലാ കാലത്തും ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ ഈ കഷ്ടപ്പെട്ടവരായിരിക്കാം ഇപ്പൊ കെ കരുണാകരന്റെയോ AK ആന്റണിയുടെയോ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കാലത്ത്. എനിക്കറിയാം ഉമ്മൻചാണ്ടിയൊക്കെ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടിട്ട് പാലക്കാടൊക്കെ വന്ന് മലയാള മനോരമ ഓഫീസിൽ ആ മനോരമ പത്രത്തിന്റെ പുറത്ത് ഉറങ്ങിയ കാലമൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. പുതിയ കാലവും സാങ്കേതിക വിദ്യ പുരോഗമിക്കുമ്പോൾ അതിനനുസരിച്ച് സൗകര്യങ്ങൾ ഉണ്ടാവും. അന്നത്തെ പോലെ കഷ്ടപ്പെടേണ്ടി വരില്ല. പാർട്ടിക്ക് ഒരു ഫണ്ട് ഉണ്ടാവുന്നു, പാർട്ടിക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനാകുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ അത്രയും കഷ്ടപ്പാട് വേണ്ടി വരില്ല. പക്ഷെ എല്ലാവർക്കും എല്ലാവരുടേതായ, തീർച്ചയായും പ്രധാനമായും ഈ 3 നേതാക്കളെ സംബന്ധിച്ചും ആ രീതിയിൽ ക്ലെയിം ഉന്നയിക്കാനുള്ള എല്ലാ അർഹതയും അവരെ സംബന്ധിച്ചുണ്ട്. അതിന്റെ ചരിത്രവും. ഇപ്പോൾ പരസ്യ പ്രസ്താവനകൾ KPCC വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ രമേശ് ചെന്നിത്തല പങ്കെടുത്ത അതേ ചടങ്ങിൽ തന്നെ
രമേശ് ചെന്നിത്തലയുടെ ഭരണ മികവിനെ പുകഴ്ത്തിക്കൊണ്ട് VM സുധീരൻ സംസാരിച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചു. പ്രതിപക്ഷ നേതാവ് അല്ലാത്തപ്പോഴും മികച്ച പ്രവർത്തനങ്ങൾ നടത്തി. ഇനിയും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ രമേശ് ചെന്നിത്തലയ്ക്കാകും എന്ന പ്രതീക്ഷ കൂടി പങ്കുവച്ചിരിക്കുകയാണ് VM സുധീരൻ. അപ്പോൾ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്നതാണ് VM സുധീരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഡിബേറ്റിനുള്ളിൽ തന്നെ കേൾപ്പിക്കാൻ പറ്റും. ഞാൻ KP റഹ്മത്തുള്ളയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ KP റഹ്മത്തുള്ള, ഇവിടെ ജോർജ് പൊടിപ്പാറ ലീഗിന്റെ ഒരു അതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതും പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ലീഗിന്റെ നേതൃയോഗത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് UDF അതിന്റെ നേരത്തെയുള്ള മാനദണ്ഡങ്ങൾ എന്തായിരുന്നു, ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇത്തവണയും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. ലീഗിനോട്, ഘടകകക്ഷികളോട് അക്കാര്യം ആരായും എന്ന് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അങ്ങനെ ചോദിച്ചാൽ അത് ലീഗ് അറിയിക്കും നേതൃത്വത്തെ. ജനവികാരം മാനിച്ചായിരിക്കും ഈ തീരുമാനം എന്നത് അദ്ദേഹം അടിവരയിട്ടുകൂടി പറയുകയാണ്. അപ്പോൾ അത് തങ്ങളുടെ പിന്തുണ ആർക്ക് എന്ന ഒരു സാധ്യത, സൂചന ലീഗ് പരസ്യമായി നൽകുന്നതായി നമുക്ക് കാണാമോ? കരുണാകരൻ മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയത് മുസ്ലിം ലീഗ് അദ്ദേഹത്തെ പിന്തുണക്കാതിരുന്നപ്പോൾ. അങ്ങനെയാണ് ആന്റണി ആദ്യമായി നേതൃസ്ഥാനത്ത് നിന്ന് കരുണാകരനെ മാറ്റി ആന്റണി മുഖ്യമന്ത്രിയാകുന്നത്. അതുപോലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത്. AICC ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ AICC നിരീക്ഷകരെത്തും. ഓരോ MLA-മാരെയും, വിജയിച്ച ഓരോ MLA-മാരെയും ഒറ്റക്കൊറ്റക്ക് വിളിച്ച് അവർ സംസാരിക്കും. അതിന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.